ഉണ്ണിയേട്ടാ, അയാള് പണം എടുത്താലും സ്വർണം എടുത്താലും അമ്മയോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഉണ്ണിയേട്ടന് പക്ഷേ ഒരുപാട് പേരുടെ അനുവാദം ചോദിക്കണം. എന്താ ഉണ്ണിയേട്ട ഇങ്ങനെ? മാറ്റങ്ങൾ വരുത്താം, പക്ഷെ ഇടപിടിന്ന് പറ്റില്ല. അതിന് കുറച്ച് സാവകാശം വേണം. ഞാൻ പറഞ്ഞില്ല അമ്മേ, ജുവലറിയിലെ സ്റ്റാഫുകളെല്ലാം അയാൾ പറയുന്നതേ കേൾക്കൂ. വെറുതെ ഞാനവിടെ പോയി നാണം കെട്ടും. അമ്മയ്ക്ക് മുകളിലാണോ ഈ വീട്ടിൽ കണ്ണേട്ടിന്റെ സ്ഥാനം? അത് പിന്നെ മോളെ, അധികാരം കൂടുതലും അവനല്ലേ കൊടുത്തിരിക്കുന്നത്. കമ്പനിയുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും MD സ്ഥാനത്ത് അവനെയല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം അവൻ പറയുന്നതേ കേൾക്കൂ. ഇപ്പൊ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞില്ലേ? അപ്പോഴെങ്കിലും ഉണ്ണിയേട്ടനെ സ്വതന്ത്രമാക്കണ്ടേ? ഉണ്ണിയേട്ടനും അധികാരം കൊടുക്കണ്ടേ? എത്ര രൂപയാ ആ ലക്ഷ്മിക്ക് വേണ്ടി അയാൾ മുടിച്ചത്? സ്വർണത്തിന് ഇപ്പൊ തീ പിടിച്ച വിലയാ. അതൊന്നും നോക്കാതെയല്ലേ അയാൾ ജ്വല്ലറിയിലെ സ്വർണ്ണമൊക്കെ അവൾക്ക് കൊണ്ടേ കൊടുത്തത്. തൽക്കാലം ഇതൊന്നും വലിയ വഴക്കാക്കണ്ടേ അടുത്തേ. എന്റെ വീട്ടില് ഞാനും അവളെ എങ്ങനെയാ ജീവിച്ചെന്ന് മഞ്ജുവിന് അറിയാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. അമ്മയും മഞ്ജുവും കണ്ടതാണല്ലോ കുറെ നേരമായിട്ട് ഞാൻ മുകളിലെ വരാന്തയിൽ നിൽക്കുന്നത്. എന്റെ ഭർത്താവ് എനിക്ക് സ്വർണ്ണ നെക്ലേസുമായിട്ട് വരുമെന്ന് കരുതിയിട്ട. എന്നിട്ടും ഉണ്ണിയേട്ടൻ വെറും കൈയോടെ വന്നപ്പോ ഉണ്ടല്ലോ, അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. കാല് വയ്യാത്തൊരാളെ കെട്ടി എന്നുള്ള പോരായ്മ മാത്രമേ അവക്കിപ്പോ ഉള്ളൂ. അല്ലാതെ നോക്കിയല്ലേ എന്നേക്കാൾ നേട്ടം ഉണ്ടായത് അവക്കാ. എന്നെ നോക്കാനായിട്ട് ഈ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതാ എന്റെ അച്ഛൻ അവളെ. അതെല്ലാ അർത്ഥത്തിലും വലിയ പരാജയമായി പോയി. എടാ മോനെ, അവൾക്കറിയത്തില്ലല്ലോ ഈ കാണുന്നതൊക്കെ കണ്ണന്റെ ആണെന്ന്. കരുണ പറഞ്ഞതാ സത്യം. സ്വന്തം ഭാര്യയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി അയാൾ എന്നെ ഇടിച്ചു താഴ്ത്തി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.